അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വിട്ടു തന്നിരിക്കും, സെറ്റാക്കി തന്ന. പഠിച്ചിട്ടുണ്ടോന്ന് വെച്ചതൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല സിനിമകൾ ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്കറിയില്ല. കഷണ്ടിനുള്ള ആളുണ്ടെങ്കിൽ അത് തിരിഞ്ഞ് കറങ്ങി ചിലപ്പം നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഈ ലോകത്ത് എന്ത് കാണിച്ചാലും എത്ര കെയർ ചെയ്ത് പോയാലും ആ പോവാനുള്ളത് കൊണ്ടേയിരിക്കും. ആ ഫ്രഷ്നെസ് അന്നത്തെ ഒരു ദിവസം നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവിൽ കൊണ്ടുപോകാൻ പറ്റും. ബേസിക് കാര്യങ്ങൾ കറക്റ്റ് ആക്കാതെ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്നും ഈ നെറ്റി വിരിഞ്ഞ നെറ്റി തന്നെയാണ്. അപ്പൊ ഞാനോടത്ത് ഓക്കെ ഒരു ഈ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും മൊത്തം മുടിയൊക്കെ വരുന്ന ഒരു 60-62 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നല്ല മുടിയായിരിക്കും, കുറച്ച് കയറിയിട്ടുണ്ടാവും. അവർ നിങ്ങൾക്ക് ചെയ്യേണ്ട നിങ്ങൾ ഏജിന് എത്രയാണെന്ന് പറയുമ്പോഴും അവർ പറയും എനിക്ക് ഒരുപാട് പേരെ മീറ്റിംഗ് ഉള്ളതാണ്, ഞാൻ ഒരുപാട് പേര് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ടൊരു മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അറ്റൻഷൻ അറിയാതെ എന്റെ തലയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ആ ഡൗട്ട് ഡോക്ടറെ എനിക്ക് വേണം ഫിസിക്കലി ഫിറ്റ് ആണോ, എനി ഏജ് ആർക്കും ഈ പ്രൊസീജിയർ ചെയ്യാം. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ബട്ട് എല്ലാം നോക്കിയിട്ട് മാത്രമേ പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുള്ളൂ. അതുപോലെ ലോങ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളെ ഫീൽഡിൽ നിന്ന്. ഇതെല്ലാവർക്കും ചെയ്യാം പ്രൊസീജിയർ. പക്ഷേ ഈ പറയുന്ന പോലെ ബിഫോർ ദാറ്റ് ഒരു കൺസൾട്ടേഷൻ കാര്യങ്ങളെല്ലാം വന്ന് ഹെയറിന്റെ ക്വാളിറ്റി എല്ലാം കണ്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ആ ലോങ് ഹെയർ ആണ് ട്രിം ചെയ്യാതെ ഒരു ബ്രേക്കും വേണ്ടല്ലോ. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ ഇറങ്ങി പുറത്തൊക്കെ നടക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എൻക്വയറി വരുമ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു എൻക്വയറി അല്ല, വന്ന് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഈ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യാം. ആക്ച്വലി എന്താ നമ്മൾ ഹെയറിലേക്ക് നമ്മൾ തിക്നെസ് കൂട്ടാനോ അല്ലെങ്കിൽ ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് നോർമലി ആ ബേസിക് കാര്യങ്ങൾ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് എടുത്ത് അതിൽ ഡെഫിഷ്യൻസി എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് മെഡിക്കേഷനും കാര്യങ്ങളും ആ ഡെഫിഷ്യൻസി ഉള്ളതിനെ ക്ലിയർ ചെയ്തു. പിന്നെ PRP പോലത്തെ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ സീറോ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റുകൾ അത് എപ്പോഴെങ്കിലും 2-3 മാസത്തിൽ ആ സ്കിന്നിനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ ഇടയിൽ ഈ കാലത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോൾ തോന്നുന്നുണ്ട്. ശ്രദ്ധിക്കാം. വളരെ സന്തോഷം.